ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ മൈക്കിലൂടെയുള്ള പ്രഖ്യാപനം മാത്രമേ ഉള്ളോ? കല്യാണമൊന്നുമില്ലേ? അത് 2 ദിവസം കഴിഞ്ഞിട്ട് വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ച. അങ്ങനെയാണ് വീട്ടുകാര് പറഞ്ഞിരിക്കുന്നത്. അപ്പോ കല്യാണമുണ്ട്, അത് മതി. ഹരി, അതെ ഹരി ഒന്ന്. എന്തുണ്ട്, സുഖാണോ? സുഖമായിട്ടിരിക്കണേ. എത്ര കാലത്തിന് ശേഷമല്ലേ നമ്മുടെ നാടും നമ്മുടെ ഈ കാറ്റും ഒക്കെ. ജോയ്, അവര് വന്നു. ഞാനിപ്പോ വരാം. എടാ ഹരി, എന്തൊക്കെ ഉണ്ടടാ? നീ നോക്കി, എല്ലാം റെഡി ആയിട്ടുണ്ട്. നീ വാ. നമസ്കാരം ഹരി. നമസ്കാരം. എന്തൊക്കെയുണ്ട് ഹരി? സുഖാണോ? ഹരി, എടാ ഞങ്ങളൊക്കെ എന്ത് സന്തോഷത്തിലാണെന്നറിയോടാ. നിനക്ക് അവാർഡ് കിട്ടാന്ന് പറഞ്ഞാല് നമ്മുടെ നാടിന്റെ പേരിലടാ പുറത്തറിയുന്നത്. നിത്യ, സുഖാണോ? സുഖം. എടാ നീ എന്താ മിണ്ടാത്തെ? നിന്നോട് എന്തേലും പറയണെങ്കിലേ ആദ്യം ക്ഷമയല്ലടാ പറയണ്ടേ. അതിപ്പോ ഞാനല്ല, ഈ നാട്ടിലുള്ള എല്ലാവരും അത് തന്നെയാ പറയുന്നേ. ഞങ്ങൾ എന്തെങ്കിലും അന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ നീ ഞങ്ങളോട് ക്ഷമിക്കടാ. നമ്മുടെ നാടിനോട് നിനക്ക് വിരോധമൊന്നും തോന്നല്ലേ? എടാ നീ എന്തൊക്കെ ഈ പറയുന്നേ? നാടിനോട് വിരോധം തോന്നാനോ എനിക്കോ? ദേ, നിങ്ങൾ ഈ വലിയ അവാർഡ് കിട്ടിയ ആളിനോട് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കണ്ട. പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല, അതുകൊണ്ടാ. അത്രേ ഉള്ളൂ. എടാ ഹരി, എന്നെ മറന്നുപോയിടാ. എടാ നിന്നെ മറക്കാനോ? നിങ്ങളുടെ വീടിന്റെ ഉമ്മറത്തിരുന്ന് കുടിച്ച കട്ടൻ കാപ്പിയുടെ സ്വാദ് അത് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. എന്നിട്ടാണോ? ഹരി, അമ്മാവന് സുഖല്ലേ? അമ്മാവൻ എന്താ വരാഞ്ഞ? അമ്മാവൻ വരും. മിക്കവാറും ഞങ്ങളെല്ലാരും കൂടെ ചേർന്നൊരു വരവിങ്ങി വരും. അല്ല, ഇതാരാ? അല്ല, ഞാൻ... നീ പറയൊന്നും വേണ്ട, മനസ്സിലായി. നീ നമ്മുടെ സദാനന്ദേട്ടന്റെ മോളല്ലേ? അവാർഡ് വാങ്ങിക്കുന്ന പരിപാടിയൊക്കെ പിള്ളേര് ഫോണിൽ കാണിച്ചു തന്നായിരുന്നു. അതിനകത്ത് ഈ മോള് പറഞ്ഞല്ലോ, എല്ലാം കേട്ടു. മതി മോളെ, ഒരുപാട് സന്തോഷായി. എന്റെ ചെറുക്കനെ നന്നായി നോക്കണം കേട്ടോ. അതെ, നിങ്ങൾ എല്ലാരും ഒന്ന് ഇരിക്കട്ടോ. എടാ വാടാ. നിത്യ, കണ്ടില്ലേ എല്ലാവരുടെയും സന്തോഷം? ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് ഇവരോടൊന്ന് പോകേണ്ടി വന്നത്. ആ സങ്കടം ഇപ്പോഴും മനസ്സിലുണ്ട് ഹരിക്ക്. എനിക്ക് വല്ലാത്തൊരു നഷ്ടമായിരുന്നു ഇവനോടൊന്ന് പോയത്. ഞാനും വല്ലാണ്ട് ഒതുങ്ങിപ്പോയി. അല്ല, ഈ മൈക്കിലൂടെയുള്ള പ്രഖ്യാപനം മാത്രമേ ഉള്ളോ? കല്യാണമൊന്നുമില്ലേ? അത് 2 ദിവസം കഴിഞ്ഞിട്ട് വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ച. അങ്ങനെയാണ് വീട്ടുകാര് പറഞ്ഞിരിക്കുന്നത്. അപ്പോ കല്യാണമുണ്ട്, അത് മതി. നിങ്ങൾ തമ്മിലേ നല്ല ജോഡിയാ. ഒന്നും കൊന്നേ ജോയ്.
പുസ്തകം എന്നറിയോ? നിന്റെ പുസ്തകം മധുര നമ്പരക്കാറ്റ്. ഇതാണ് ഇപ്പോ നമ്മുടെ വായനശാലയിലെ ഒന്നാമത്തെ പുസ്തകം. വേണോ? ആ ദേ വരുന്നു. നിത്യ ഇപ്പൊ വരാം. വാടാ. ഇപ്പോ കവിയുടെ മനസ്സിൽ എന്ത് പറയുന്നു? ഇതിനൊക്കെ ഞാൻ എന്ത് പറയാനാ? ദേ, ഞാൻ എവിടെയാ നിൽക്കുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അതെ, നിങ്ങൾ ആ കല്യാണത്തെ കുറിച്ച് വല്ല ആലോചിച്ചോ? ഏത് കല്യാണക്കാര്യം? ജ്യോതിയുടെ വീട്ടിൽ നടക്കാൻ പോകുന്ന കല്യാണക്കാര്യമില്ലേ, ഹരിയുടെ നിത്യയുടെ. ഓ, അതാണോ? ഞാനത് വിട്ടു. എനിക്കതങ്ങനെ വിടാൻ തോന്നുന്നില്ല. ചടങ്ങ് നടക്കുന്നതേ വേറെങ്ങും അല്ലല്ലോ, നമ്മുടെ മോന്റെ ബന്ധുവീട്ടിലല്ലേ. അതിനെന്താ? അതിനൊന്നുമില്ലേ. എന്റെ മനുഷ്യ, ഈ അയൽപക്കത്തുള്ളവരൊക്കെ എന്നോട് ചോദിക്കുക, ഇതെന്താ മനു ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചേന്ന്, ഇത്രയും വലിയ കൊച്ചുള്ള ഒരുത്തിയെ എന്തിനാ കെട്ടിയെന്ന്. അവരോട് സത്യം പറഞ്ഞു കൊടുക്കണം. എന്ത് സത്യമെന്നാ? അത് മനുവിന്റെ കുഞ്ഞാണെന്നോ? അപ്പൊ പിന്നെ നമ്മുടെ മോനെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങോട്ട് പോവും? ഇതിപ്പോ കഷ്ടമാണല്ലോ. നല്ല അഭിപ്രായം ഉണ്ടാകാൻ വേണ്ടി സത്യം പുറത്തു പറയാതിരിക്കാൻ പറ്റുമോ? എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത്, അവൻ ജില്ലാ കളക്ടറൊക്കെ ആയപ്പോ എല്ലാവർക്കും ഉദാഹരണം പോലെ ചില തീരുമാനങ്ങൾ എടുത്തുന്നാ. അതാ കൊച്ചുള്ളൊരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചേന്ന്.